ഭഗവാന്റെ സാന്നിധ്യം നമ്മളിലുണ്ടെന്ന് സൂചിപ്പിക്കുന്നതിന് ധാരാളം ലക്ഷണങ്ങളുണ്ട്. അപ്രകാരം ഭഗവാന്റെ സാമീപ്യമുണ്ടാകുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ നോക്കാം. നമ്മൾക്ക് എത്ര വലിയ പ്രതിസന്ധി വന്നാലും നമ്മുടെ മനസ്സിൽ ആത്മവിശ്വാസവും മനസ്സമാധാനവും ഉണ്ടാകുന്നതും മനസ്സ് പതറാതെ ശാന്തമായിരിക്കാൻ കഴിയുന്നത് ഭഗവാന്റെ കൃപയായി കണക്കാക്കപ്പെടുന്നു. എല്ലാം തന്നെ സംഭവിക്കുന്നതും ശുഭമാകും എന്നൊരു ഉറച്ച വിശ്വാസം ഉള്ളിൽ ഉണ്ടാവുക എന്നത് പ്രധാനപ്പെട്ട ലക്ഷണമാണ്. അതുപോലെ നമ്മൾ വലിയൊരു ദുഃഖത്തിലോ അല്ലെങ്കിൽ പ്രതിസന്ധിയിലോ അകപ്പെടുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ സഹായങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ്. മയിൽപ്പീലി അവിചാരിതമായി കാണുക, ഓടക്കുഴൽനാദം കേൾക്കുക, അല്ലെങ്കിൽ കൃഷ്ണ തുളസിയുടെ ഗന്ധം അനുഭവപ്പെടുക എന്നിവയെല്ലാം ഭഗവാൻ കൂടെയുണ്ട് എന്നതിൻ്റെ സൂചനയായി കരുതപ്പെടുന്നു. ഉറക്കത്തിൽ ഭഗവാനെയോ അല്ലെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വസ്തുക്കളെയോ, ഉദാഹരണത്തിന് മഞ്ചാടിക്കുരു, മയിൽപ്പീലി, മഞ്ഞപ്പട്ട്, കദളിപ്പഴം എന്നിവ ദർശിക്കുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുമ്പോൾ അതിനോട് അനുകമ്പയും മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനുമുള്ള മനസ്സ് തോന്നുന്നുണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങളിൽ വസിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. എപ്പോഴും നിങ്ങൾ ഭഗവത് നാമങ്ങളിലും ഭഗവാന്റെ കീർത്തനങ്ങൾ എന്നിവയോടുമുള്ള താല്പര്യം നിങ്ങൾക്ക് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കൃഷ്ണകഥകൾ കേൾക്കുമ്പോഴോ നാമജപങ്ങൾ നടത്തുമ്പോഴോ മനസ്സിന് അവാച്യമായ ആനന്ദം തോന്നുന്നത് ഭക്തിയുടെയും ഭഗവാന്റെ സാന്നിധ്യത്തിൻ്റെയും അടയാളമാണ്. നിങ്ങളിലുണ്ടായിരുന്ന നെഗറ്റീവ് ഊർജത്തെ എല്ലാം കളഞ്ഞ് പോസിറ്റീവ് ഊർജം കൈവരിക്കുന്നതും ഭഗവാന്റെ ഒരു സാമീപ്യത്തിൻ്റെ ലക്ഷണം തന്നെയാണ്. തെറ്റായ വഴിയിലേക്കോ കൂട്ടുകെട്ടിലേക്കോ ഭഗവാൻ നമ്മളെ വിടാറില്ല. കാരണം അവിടെയും ഭഗവാന്റെ ഒരു സാമീപ്യം നമ്മളിലുണ്ടാകാറുണ്ട്. തെറ്റായ വഴിയിലേക്ക് വഴി തിരിച്ചു വിടാതെ ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ തോന്നിപ്പിക്കുന്നതും ഈശ്വരനുള്ളിലിരുന്ന് നടത്തുന്ന ഇടപെടലുകളായി വ്യാഖ്യാനിക്കാം. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം സത്യസന്ധമായിരിക്കുന്നതാണ് വലിയ ലക്ഷണം. അസൂയ, ദേഷ്യം എന്നിവ കുറഞ്ഞ് നമ്മുടെ മനസ്സ് നിർമ്മലമാകുന്നത് ദൈവസാമീപ്യം ഉള്ളതുകൊണ്ടാണ്. നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഭഗവത് രൂപം കാണുമ്പോൾ നമ്മളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് ഭഗവാന്റെ അനുഗ്രഹം നമ്മളിൽ കുടികൊള്ളുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. ചിലപ്പോൾ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴോ ഒരു വിഷമഘട്ടത്തിലിരിക്കുമ്പോഴോ കേൾക്കുന്ന ഒരു മന്ത്രം, കാണുന്ന ഒരു പുഷ്പം, അല്ലെങ്കിൽ നമ്മെ തഴുകിപ്പോകുന്ന കാറ്റ്, ഇതെല്ലാം നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന സന്ദേശമായി ഭക്തർ വിശ്വസിക്കുന്നു. ഭഗവാൻ നമ്മളിൽ ഓരോരുത്തരിലുണ്ടെന്നും നന്മയിലൂടെയും സ്നേഹത്തിലൂടെയും അവിടുത്തെ അനുഭവിക്കാൻ കഴിയുമെന്നും വിശ്വസിക്കുക. അതേപോലെ തന്നെ ഈശ്വരൻ പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലാണ് എന്നതാണ് ഏറ്റവും വലിയ സത്യം. നിങ്ങളുടെ പ്രവർത്തികൾ നന്മയുള്ളതാകുമ്പോൾ ഭഗവാൻ എപ്പോഴും ഈ ലക്ഷണങ്ങളോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ഉണ്ടാകുന്നതാണ്.